കോതമംഗലം വേങ്ങൂരിൽ അംഗൻവാടിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുട്ടികളും അംഗൻവാടി ജീവനക്കാരും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ആലുവ പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. ശിവരാത്രി മണപ്പുറം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, അപ്പോൾ എല്ലാ ജില്ലകളിലും എല്ലായിടങ്ങളിലും സമാനമായ രീതിയിൽ വലിയ ദുരിതങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിഷ, എല്ലാ ജില്ലകളിലും സമാനമായ രീതിയിലുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ അങ്കണവാടിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണപ്പോൾ കുട്ടികളും ടീച്ചർമാരും ഒക്കെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതോടൊപ്പം തന്നെ ആലുവ പെരിയാറിലും ജലനിരപ്പ് ഇപ്പോൾ ക്രമാതീതമായി ഉയർന്നിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശിവരാത്രി മണപ്പുറം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു. മറ്റ് എന്തെല്ലാം പ്രശ്നങ്ങളാണ്, ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്? നിഷ, എറണാകുളം ജില്ലയിൽ പലയിടത്തും ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. എറണാകുളം നഗരത്തിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യാൻ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ശക്തമായ മഴ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ തന്നെ പെയ്യാൻ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ഈ മഴക്കെടുതി രൂക്ഷമായിരിക്കുന്നത് ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളായ കോതമംഗലം, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലാണ്. ഈ അല്പസമയം മുമ്പാണ് കോതമംഗലം താലൂക്കിലെ പാണിയേലി 3-ാം വാർഡിൽപ്പെട്ട ഒരു അംഗനവാടിയിൽ മരം കടപുഴകി വീണത്. എന്തായാലും വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലെ പാണിയേലി 3-ാം വാർഡിൽ അംഗൻവാടിക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. കുട്ടികളും ജീവനക്കാരും ഒക്കെ ഉണ്ടായിരുന്ന സമയമാണ്. അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആർക്കും പരിക്കുകളൊന്നുമില്ല. ഈ അംഗനവാടിയുടെ ഒരു ഭാഗം തകർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ കളിപ്പാട്ടങ്ങളും കുട്ടികളുടെ ഉപകരണങ്ങളും എല്ലാം തന്നെ തകർന്നു വീണിട്ടുണ്ട്. ഒപ്പം മരച്ചില്ലകൾ വീണ് പലയിടങ്ങളിലും കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പം ഈ മൂവാറ്റുപുഴയാറും പെരിയാറും ഒക്കെ കരകവിഞ്ഞൊഴുകുകയാണ്. പെരിയാർ കരകവിഞ്ഞ് ആലുവ ശിവരാത്രി മണപ്പുറം പൂർണ്ണമായും തന്നെ മുങ്ങിയിട്ടുണ്ട്. ഈ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളായ കോതമംഗലം, കുട്ടമ്പുഴ, മൂവാറ്റുപുഴ അതുപോലുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പെരിയാറും മൂവാറ്റുപുഴയാറും ഒക്കെ തൊടുപുഴയാറും ഒക്കെ കരകവിഞ്ഞ് ക്രമാതീതമായ ജലനിരപ്പിനേക്കാളൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ ജാഗ്രതാ നിർദ്ദേശം നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് നൽകിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പാണ് ഇതുവരെ തുറന്നിരിക്കുന്നത്. 25ഓളം വീടുകളിൽ വെള്ളം കയറി 50ഓളം കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിലവിലൊരു ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട്. മറ്റിടങ്ങളിലൊക്കെ ആവശ്യമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണകൂടമുള്ളത്. എന്തായാലും ഈ ജില്ലയുടെ തീരദേശങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഈ വേലിയേറ്റം മൂലമുള്ള കടലാക്രമണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളുണ്ട്. ചെല്ലാനം പോലുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ഒപ്പം തന്നെ വേലിയേറ്റത്തിന്റെ ഭാഗമായുള്ള കടലാക്രമണമുണ്ട്. എന്തായാലും നിലവിൽ തീരദേശങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മൂവാറ്റുപുഴയിലും കോതമംഗലത്തും തൊടുപുഴയിലും ഒക്കെയാണ് ഇപ്പോൾ നിലവിൽ ഈ മഴ മൂലമുള്ള മഴക്കെടുതികൾ രൂക്ഷമായിരിക്കുന്നത്. പ്രജിത്ത്.